ഏറ്റവും മികച്ച സംവിധായകൻ, the best director. ഈ അവാർഡ് നൽകുന്നതിനായി I would like to welcome a very very popular director of the Malayalam film industry, സിബി മലയിൽ സർ. വേദിയിലേക്ക് സ്വാഗതം. കൂടെ കെ അനിൽ വർമ്മ, ഡയറക്ടർ അസറ്റ് ഹോംസും വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ റെക്കോർഡുകളും മറികടന്ന് മലയാള സിനിമയിലെ the biggest hit എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ്. The movie of course is Drishyam, and the winner ആരാണ്? You know who it is, but let's take a look at the show reel anyway. ഒരു സിനിമ സംവിധായകന്റെ സിനിമയാകുന്നത് ചിത്രത്തിലുടനീളം സംവിധായകന്റെ സാന്നിധ്യം പ്രേക്ഷകർ അനുഭവിക്കുമ്പോഴാണ്. പ്രതിഭാവിലാസമുള്ള ഒരു സംവിധായകന്റെ സജീവ സാന്നിധ്യമായിരുന്നു ദൃശ്യം. സിൽവർ സ്ക്രീനിലെ ഗോൾഡൻ സിനിമ. അതായിരുന്നു പ്രേക്ഷകർ നിറകയ്യടികളോടെ സ്വീകരിച്ച ഈ ചിത്രം. തിയേറ്ററുകളെ ജനസമുദ്രമാക്കിയ ഈ ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ സിനിമയുടെ അമരത്ത് നിന്നത് ഒരു യുവാവാണ്. രചയിതാവും സംവിധായകനുമായ ജീത്തു ജോസഫ്. മമ്മി ആൻഡ് മീയിലൂടെയും മൈ ബോസിലൂടെയും മെമ്മറീസിലൂടെയും സംവിധായകന്റെ ക്രാഫ്റ്റ് നമ്മെ ബോധ്യപ്പെടുത്തിയ ആൾ. ദൃശ്യം ജീത്തു ജോസഫിന്റെ പ്രശസ്തിയും പ്രസക്തിയും ആഴത്തിൽ അടയാളപ്പെടുത്തുകയായിരുന്നു. മലയാള സിനിമയുടെ തിരശ്ശീലയിൽ ദൃശ്യഭംഗിയേറിയ ദൃശ്യം എന്ന പുതു സിനിമാ കാഴ്ചയൊരുക്കിയ സംവിധാന മികവിനെ അമൃത TV ഇവിടെ ആദരിക്കുന്നു. മികച്ച സംവിധായകനുള്ള 2013 അമൃത TV അവാർഡിന് അർഹനായിരിക്കുന്നു ജീത്തു ജോസഫ്. Let's welcome the best director at Amrita TV Film Awards 2014, Jeetu Joseph for Drishyam. Sibi Malayil sir, I request you to please hand over the trophy to our best director here. നല്ലൊരു കൈയടി നൽകാം. കോഴിക്കോട് ദൃശ്യം നിങ്ങൾ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. അതിന് ഉത്തരവാദിയാണ് വേദിയിൽ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. I request Mr. K. Anil Varma to kindly hand over the certificate as well as the cash award to Mr. Jeetu Joseph. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ 19-ാം തീയതി ഒരു വർഷം തികയാണ് ദൃശ്യം റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴും ഒരു അവാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിന് ഹാങ് ഓവർ പോകുന്നില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് നിങ്ങൾ പ്രേക്ഷകരോടാണ്. കാരണം ഞങ്ങളൊരു ഒരു സിനിമ ചെയ്തു, അത് ഈ ലെവലിലേക്കൊക്കെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടൻ. ഈ സിനിമ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ പിന്നിൽ നമ്മൾ കഥ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അതേപോലെ അത് അവതരിപ്പിച്ച് ആൾക്കാരിലേക്ക് ആ ഫീല് കൊണ്ടുവരിക എന്ന് പറയുന്നത് കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ലാലേട്ടനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരു സിനിമയുടെ നെടുന്തൂൺ എപ്പോഴും പ്രൊഡ്യൂസറാണ്. കാരണം സംവിധായകന് ടെൻഷൻ ഉണ്ടാക്കാം, സംവിധായകനെ കംഫർട്ടബിൾ ആക്കാം. അപ്പോൾ എൻ്റെ കൂടെ ജിത്തുവിന് എന്താ വേണ്ടത് അത് അങ്ങനെ ഒരു കൂടെ നിന്ന് എൻ്റെ സഹോദര തുല്യനായ എൻ്റെ സുഹൃത്ത് ആൻ്റണി പെരുമ്പാവൂരിനും തീർച്ചയായിട്ടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഏറ്റവും മികച്ച നടി, the best actor female at Premium Genuine Leather presents Amrita TV Film Awards 2014 powered by Kalyan Jewelers. ഈ അവാർഡ് നൽകുന്നതിനായി ഒരിക്കൽ കൂടി വേദിയിലേക്ക് മലയാളികളുടെ പ്രിയങ്കരിയായ നടി ഷീലാമ്മയെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. I also request Mr. Sunil Kumar and Mr. Sudesh Kumar, Managing Directors of the Goodwin Group, to kindly join us on stage. ആരെയാണ് അമൃത TV Film Awards 2014 Best Actor Female ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്? Let's watch. നീലത്താമര എന്ന സ്വന്തം ഭാഷയിലെ സിനിമയിലൂടെ അഭിനയത്തിന്റെ ഹരിശ്രീ കുറിച്ച അമല പോൾ. ഈ മലയാളി പെൺകുട്ടി പ്രശസ്തിയുടെ പടവുകൾ കയറുന്നത് തമിഴ് സിനിമയിലൂടെയായിരുന്നു. മൈനയും വേട്ടയും തലയുവായും പോലുള്ള സിനിമകൾ. തമിഴകത്തിന്റെ മനസ്സിൽ സുവർണ സിംഹാസനമിട്ടു അമല. തമിഴിനും അപ്പുറം തെലുങ്ക് സിനിമകളുടെയും മുഖശ്രീയായി തിളങ്ങിയ നായിക. അന്യഭാഷാ സിനിമകളുടെ അരങ്ങിൽ നിന്നും മലയാളത്തിന്റെ മുറ്റത്തേക്ക് കയറി വന്നപ്പോഴെല്ലാം ഇവിടെ അമലയെ കാത്തിരുന്നത് മികച്ച കഥാപാത്രങ്ങൾ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ
മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയ്ക്കൊപ്പം റൺ ബേബി റണ്ണിൽ രേണുക എന്ന ശക്തമായ പെൺവേഷം. സത്യനന്ദിക്കാടിന്റെ ഒരു ഇന്ത്യൻ പ്രണയ കഥയിലെ ഐറിൻ ഗാർണർ എന്ന കഥാപാത്രം അമലയുടെ കൈകളിൽ ഭദ്രം. ഒരു ഇന്ത്യൻ പ്രണയ കഥയിലെ മികച്ച പ്രകടനത്തിലൂടെ അമല പോൾ 2013 മികച്ച നടിക്കുള്ള അമൃത ടിവിയുടെ പുരസ്കാരം സ്വന്തമാക്കുന്നു. Sheila Ma to kindly hand over the trophy to Amala Paul. Mr. Sunil and Mr. Sudesh രണ്ടുപേരും കൂടെ ഒരുമിച്ച് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും അമല പോളിന് നൽകാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം കോഴിക്കോട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട്. കോഴിക്കോട് കാലിക്കറ്റ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിറ്റിയാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കോഴിക്കോടൻ ബിരിയാണി കഴിക്കാനൊക്കെ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഫേവറേറ്റ് സിറ്റിയാണ്. ആൻഡ് യെസ്, ഐ വുഡ് ലൈക്ക് ടു താങ്ക് അമൃത ടി വി. ഇത് എൻ്റെ സെക്കൻഡ് അവാർഡാണ് അമൃത ടി വിയിൽ നിന്ന്. എനിക്ക് മൈന എന്ന ചിത്രത്തിന് എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എനിക്കൊരു വലിയ അപ്രിസിയേഷൻ അമൃത ടി വി തന്നിരുന്നു. സോ ദേ കീപ് കണ്ടിന്യൂയിങ് ദിസ് ടു മീ. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു അമൃത ടി വി. ആൻഡ് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രം എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് താങ്ക്സ് ടു ഓൾ ഓഫ് യു, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഐറിൻ എന്ന ക്യാരക്ടർക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹം എനിക്കിപ്പോഴും ഐ എം സോ താങ്ക്ഫുൾ. ലാസ്റ്റ് ഇയർ ഈ സെയിം ഡേയിലാണ് അത് റിലീസ് ചെയ്തത്. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ മീ ടുഡേ. ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ ഡയറക്ടർ സത്യൻ സർ. Thank you Satyan sir for having that conviction, faith and confidence in me. And thank you Central Pictures, thank you Fahad. Thanks to the entire team of Orindian Pranayakatha. Well, it's such an honor receiving this award from Sheila ma'am. Nammade ellarudeyum priyapetta Karuthamma. It's such an honor. Thank you so much ma'am. So and finally my mom and dad are here, mummy papa. എനിക്ക് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയതിൽ all that I am now, all that ever I hope to be, I owe it to my parents and my mummy, papa. So and my brother, he's not here, I'm missing him. So thank you so much. Fantastic show. You guys are rocking. Thank you, Kozhikode. Thank you so much for all the love.